പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് തത്സമയ ദൃശ്യങ്ങളാണ്. ഫോറൻസിക് വിഭാഗം വന്ന് പരിശോധന നടത്തുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നന്ദനിലേക്ക് പോകാം. നന്ദൻ, നിലവിലിപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗമായി ഫോറൻസിക് വിഭാഗം അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടല്ലോ. ഏത് രീതിയിലുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്? രോഹിണി, ഇന്നലെ തന്നെ ഈ സംഭവം നടന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഫോറൻസിക് സംഘം വിവിധ അർദ്ധസൈനിക വിഭാഗങ്ങളിലെ ഫോറൻസിക് വിദഗ്ധരും ഡൽഹി പോലീസിന്റെ ഫോറൻസിക് സംഘവും ഒക്കെ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. എന്നാൽ വെളിച്ചം ഇന്നലെ ഒരു പ്രധാന ഘടകമായിരുന്നു. ഇന്നലെ പകൽ വെളിച്ചത്തിൽ അത്തരമൊരു പരിശോധന സാധ്യമായില്ല. തുടർന്നാണ് ഇന്ന് രാവിലെ പുലർച്ചെ മുതൽ ഇപ്പോൾ ഫോറൻസിക് സംഘം ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ, അതേപോലെ തന്നെ പരിശോധനയ്ക്കുള്ള സാമഗ്രികളും മറ്റും അവർ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പരിസര പ്രദേശങ്ങൾ ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട ചില വസ്തുക്കൾ സ്വാഭാവികമായും തെറിച്ചു വീണിട്ടുണ്ടാകും. അത് ശേഖരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ ചെയ്യുന്നത്. ഒരുപക്ഷെ ആ തെളിവുകൾ ശേഖരിക്കുമ്പോൾ ഏത് തരത്തിലുള്ള ഒരു സ്ഫോടനമാകാം, IED സ്ഫോടനമാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സ്ഫോടനമാണോ എന്നുള്ള കാര്യത്തിലൊരു വ്യക്തതയുണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ പരിസര പ്രദേശങ്ങളാകെ കൃത്യമായി ഫോറൻസിക് സംഘം പരിശോധിച്ചു വരികയാണ്. ഇന്നലെ തന്നെ ഈ അപകടം നടന്ന, ഈ സ്ഫോടനം നടന്ന സ്ഥലത്തെ മണ്ണടക്കം ഇതുമായി ബന്ധപ്പെട്ട ഫോറൻസിക് സംഘം വിദഗ്ധമായി തന്നെ പരിശോധനയ്ക്ക് നൽകിയിരുന്നു. ഇതിനു പുറമെയാണ് ഈ സമീപ പ്രദേശങ്ങളിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളിലും മറ്റും ഇപ്പോൾ ഫോറൻസിക് സംഘം പരിശോധന നടത്തുന്നത്. പ്രത്യേകിച്ച് ഇന്നലെ ഈ സമയത്ത് ചില ആംബുലൻസുകളും മറ്റും ഇവിടെ പാർക്ക് ചെയ്തിരുന്നു. ആ ആംബുലൻസുകളിലേക്ക് ഈ പൊട്ടിത്തെറിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇതുമായി ബന്ധപ്പെട്ട് ഈ പൊട്ടിത്തെറിച്ച വസ്തുവിന്റെ ഏതെങ്കിലും സാധന സാമഗ്രികൾ, ഘടകങ്ങൾ ഈ പരിസര പ്രദേശങ്ങളിൽ ഉണ്ടോ എന്ന് പ്രധാനമായും ഫോറൻസിക് സംഘം പരിശോധിക്കുന്നത്. അങ്ങനെ ഡൽഹി പോലീസിന്റെയും അതേപോലെ തന്നെ വിവിധ അന്വേഷണ ഏജൻസികളുടെയും ഫോറൻസിക് സംഘം കൃത്യമായി തന്നെ ഉള്ള വിലയിരുത്തലുകൾ നടത്തുന്നുണ്ട്. ഫോറൻസിക് സംഘത്തിന് മാത്രമായിരിക്കും ഈ ഒരു സ്ഫോടനത്തിന്റെ ഏതുതരം വസ്തുക്കളാണ് ഉപയോഗിച്ചത്, അല്ലെങ്കിൽ ഈ സ്ഫോടനത്തിന്റെ ഒരു സ്വഭാവം എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമാക്കാൻ കഴിയുക. അതുകൊണ്ട് തന്നെയാണ് ഈ മേഖലകളിലേക്ക് ഇപ്പോൾ കൂടുതൽ പരിശോധനകൾ ഇപ്പോൾ നടത്തുന്നത്. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഈ എക്സ്പ്ലോസീവ് ഏതെങ്കിലും തരത്തിലുള്ള സാധന സാമഗ്രികൾ ഇതുമായി ബന്ധപ്പെട്ട് തെറിച്ചു വീണോ തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി തന്നെ പോലീസ് പരിശോധിക്കുന്നു എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ചില മെറ്റൽ പീസുകളൊക്കെ ഇവിടെ നമുക്ക് തെറിച്ചു വീണ് ഈ പരിസര പ്രദേശങ്ങളിലൊക്കെ കാണാം. എന്നാൽ അത് ഈ എക്സ്പ്ലോസീവ് അല്ലെങ്കിൽ ഈ സ്ഫോടനത്തിൽ ഉണ്ടായതാണോ അല്ലെങ്കിൽ ഈ സ്ഫോടനത്തിൽ ഉപയോഗിച്ച വസ്തുക്കളുടെ ഭാഗമാണോ തുടങ്ങിയ കാര്യങ്ങൾ ഇതുവരെയായിട്ടും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം പോലീസ് വ്യക്തമാക്കുന്നത് ഇന്നലെ 3 മണിക്കൂർ നേരം ഈ വാഹനം I-20 വാഹനം ഈ റെഡ് ഫോർട്ടിന്റെ പാർക്കിംഗ്. അതെ നന്ദൻ, ഒരു നിമിഷം ഞാൻ ഒന്ന് ഇടപെട്ട് ചോദിച്ചു കൊള്ളട്ടെ. ഈ ഫോറൻസിക് വിഭാഗം വന്ന് ചില വസ്തുക്കൾ ശേഖരിച്ചത് മാധ്യമപ്രവർത്തകർക്ക് വെച്ചിട്ടുള്ള ആ ബാരിക്കേഡിന് അപ്പുറത്തേക്കാണല്ലോ. അതായത് കിലോമീറ്ററുകൾക്ക് ഇപ്പുറം തന്നെ എന്തോ വസ്തു തെറിച്ചു വീണിരിക്കാം സ്ഫോടനം നടന്നതിന്റെ. അവിടെ വന്നാണ് ഈ ഫോറൻസിക് സംഘം അത് ശേഖരിച്ചത്, അല്ലേ? തീർച്ചയായിട്ടും. അതായത് ഉണ്ടായത് ഉഗ്ര സ്ഫോടനമാണ്. ഏതാണ്ട് 1 കിലോമീറ്റർ അപ്പുറം വരെ ഇതിന്റെ ഒരു പ്രകമ്പനം ഉണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതാണ്ട് 1/2 കിലോമീറ്ററോളം ഭാഗത്തേക്ക് ഇതിന്റെ സ്ഫോടനത്തിന്റെ വസ്തുക്കൾ തെറിച്ച് എത്തിയിട്ടുണ്ടാകാം എന്നുള്ളതാണ് പ്രധാനമായും പോലീസ് അല്ലെങ്കിൽ ഫോറൻസിക് സംഘമൊക്കെ തന്നെ വിലയിരുത്തുന്നത്. അത്രമാത്രം ഒരു ഉഗ്ര സ്ഫോടനമായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു ഇതിലാണിപ്പോൾ, അല്ലെങ്കിൽ ആ ഒരു അർത്ഥത്തിലാണിപ്പോൾ പോലീസ് മാധ്യമങ്ങൾക്ക് വെച്ചിരുന്ന ബാരിക്കേഡിനപ്പുറത്തേക്ക് വന്ന് ഇതുമായി ബന്ധപ്പെട്ട സാധന സാമഗ്രികളും മറ്റും ശേഖരിക്കുന്നത്. പ്രത്യേകിച്ച് ഇത് വളരെ ഒരു വ്യാവസായിക മേഖല, അല്ലെങ്കിൽ വലിയ കമ്പോളങ്ങൾ ധാരാളമായുള്ള സ്ഥലമാണ്. ധാരാളം ഷോപ്പുകൾ, ധാരാളം വ്യാപാര സ്ഥാപനങ്ങൾ ഇവിടെയുണ്ട്. ഇപ്പോൾ നിലവിൽ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇന്നലെ രാത്രി ഈ അപകടമുണ്ടായപ്പോൾ കിടക്കുന്ന അത്തരമൊരു സാഹചര്യമാണ്. സാധാരണഗതിയിൽ ഈ ഒരു സമയമാകുമ്പോഴേക്കും ഈ കോർപ്പറേഷന്റെ അധികൃതർ എത്തി ഈ ഭാഗങ്ങൾ കൂടുതലായി വൃത്തിയാക്കുന്നതാണ്. എന്നാൽ ഇത്തരമൊരു സ്ഫോടനം നടന്ന പശ്ചാത്തലത്തിൽ തെളിവുകൾ ഒക്കെ ശേഖരിക്കേണ്ടതിന്റെ അനിവാര്യത കൂടി മനസ്സിലാക്കിക്കൊണ്ട് നിലവിൽ എപ്പോഴും ഈ മേഖല അങ്ങനെ തന്നെ തുടരുകയാണ്. അതായത് കോർപ്പറേഷനിൽ നിന്നും ആരും എത്തി ഇവിടെ വൃത്തിയാക്കാൻ തുനിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അത് ഈ തെളിവ് ശേഖരിക്കുന്നതിന്റെ ഭാഗമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ സമീപ പ്രദേശങ്ങളിൽ ചില മരങ്ങളിലൊക്കെ തന്നെ ഈ സ്ഫോടക വസ്തുക്കളുടെ ഭാഗങ്ങൾ ഉണ്ടാകാം എന്നുള്ളതാണ് പ്രധാനമായും നിരീക്ഷിക്കുന്നത്. അങ്ങനെ ഈ മരങ്ങളിൽ കയറിയുള്ള ഒരു പരിശോധനകളും മറ്റും നടക്കുന്നു എന്നുള്ളതും, ഒപ്പം തന്നെ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ
കൃത്യമായൊരു നിരീക്ഷണം, മണ്ണ് വരെ ശേഖരിച്ചുകൊണ്ടുള്ള ഒരു പരീക്ഷണം, അതൊക്കെയാണ് ഇപ്പോൾ ഫോറൻസിക് സംഘം നടത്തി വരുന്നത്. ഇതിൽ വരും മണിക്കൂറുകളിൽ തന്നെ ഇതിന്റെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും UAP ആക്ട് പ്രകാരം ആണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. BNSന്റെയും ഒക്കെ ആക്ട് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലൊരു തീവ്രവാദ സ്വഭാവമുണ്ട് എന്നുള്ള ഇത് അത്തരം സംശയങ്ങൾ കൂടുതൽ നിഴലിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഒരു തീവ്രവാദ സ്വഭാവം അല്ലെങ്കിൽ ഒരു തീവ്രവാദ ആക്രമണത്തിന്റെ എല്ലാ സ്വഭാവങ്ങളും ഈ സ്ഫോടനത്തിനുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും. അതെ, ശരി നന്ദൻ. എന്തായാലും എല്ലാ വശങ്ങളും കൃത്യമായി തന്നെ പരിശോധിക്കുമെന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയത്. രാവിലെ തന്നെ ഫോറൻസിക് സംഘം എത്തി പരിശോധന നടത്തുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്.